ഇതെന്താണോ സാർ? പ്ലാസ്റ്റിക് കവർ പാടില്ലെന്ന് അറിയില്ലേ സാർ? അതില്ലാതെ ഒരു കച്ചവടം ചെയ്യാൻ പറ്റില്ല സാറേ. കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കാൻ പാടില്ല. എത്ര മുമ്പുള്ള നിയമമാണ്? ഇപ്പോഴായിട്ടുള്ളതാണോ സാറേ? ഇതിപ്പോ നമ്മൾ സാധനത്തിന് ഇത് കൊടുക്കുന്നത് മാത്രമാണ് ഇപ്പോൾ പ്രശ്നം. ഇവിടെ പപ്പട പാക്കറ്റ് വരെ കടുക് പാക്കറ്റ് വരെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കല്ല. താൻ ഒന്നും പറയണ്ട, ഒരു കാര്യം ചെയ്യും, 25,000 രൂപ ഫൈൻ അടക്കും. സാറേ ഒന്നും പറയാൻ 25 ലിറ്റർ പാലിന്റെ ചായ ഒന്നും പറയണ്ട. 25,000 രൂപ ഒന്നും ചെയ്യണ്ട. നീ 25,000 രൂപ ഫൈൻ അടച്ചോ കേട്ടോ. വല്ലാത്തൊരു ചെക്കിംഗ് ആയി പോയി. അതിന്റെ കാര്യം ഒന്നും പറയണ്ട അംശം. പ്ലാസ്റ്റിക് വെക്കാൻ പാടില്ല പോലും പറയണത്. എന്താ ഞാനിപ്പോ അല്ലാതെ ഇപ്പൊ ഈ ഉണ്ടിയും പൊറോട്ടയൊക്കെ ഞാൻ ആൾക്കാരെ കയ്യിലുകൾ കൊടുക്കുക. എന്താ ഒരു മകളെന്ന് പറഞ്ഞാണി സത്യത്തിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ. സാറേ നമസ്കാരം. സാറിന് ചായ കൊടുക്ക്. ചായ ഒന്നും വേണ്ട. എന്താ സാർ കാര്യം? എനിക്ക് പറയാം. അടത്തോളഞ്ഞ പുതിയ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഒന്ന് വാൺ ചെയ്താണ് അതൊക്കെ GST എടുക്കണം. ഇതുവരെ താൻ GST എടുത്തിട്ടില്ല. സാർ ഇത് ചെറിയൊരു കച്ചവടമല്ല സാറേ. ഇതിനിപ്പോ GST ഒക്കെ വേണോ? താനല്ലോ തീരുമാനിക്കണം GST വേണ്ടെന്നുള്ളത്. സാർ ഞാൻ ഇത്രയും കാലം ഗൾഫിലായിരുന്നു. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് ഞാൻ ഈ കട തുടങ്ങിയിട്ട് ഒന്ന് പച്ച പിടിച്ച് വരുന്നുള്ളൂ സാർ. ഞാനിത് എടുത്തോളാം. ഞാൻ തന്നെ എത്ര തവണ ഒന്ന് വാൺ ചെയ്താണ് ഇവിടെ. സാർ നിങ്ങള് അങ്ങനെ പിന്നെ ഇത് ഞാൻ എടുത്തോളാം സാർ. ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. ഉടനെ തന്നെ GST എടുക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോ കടക്ക് GST ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കട ഞാൻ പോയി മനസ്സിലായിക്കോ. സാറേ ചായ ഉണ്ടോ സാർ? ബാപ്പുവോ? അല്ല സാറേ ചായ കാപ്പിയാ? ഒഴിവാക്കില്ല. മനസ്സിലായില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ കേട്ടില്ല. പുതിയ ടീമാ അല്ലേ സാർ? ഇവിടെ നമ്മളൊക്കെ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഉഷാറാക്കി ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. നോട്ടേ നിങ്ങൾ എഴുതുന്നു വേണ്ടേ? ഒക്കെ നമ്മൾ ഇല്ല എഴുതുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കിച്ചണൊന്ന് കാണട്ടെ. ശരി പോയേക്ക് സാറിന് നോക്കിയിട്ട് തീരുമാനം. പടച്ചോനെ ഇന്നിപ്പോ 5ാമത്തെ ആളാ. എന്താണ് നിങ്ങൾ സാർ എല്ലാ കൊല്ലം ഇങ്ങനത്തെ സ്ഥലത്ത് പോകല്? 25,000 രൂപ ഫൈൻ ഉണ്ട്. എന്തിനു സാർ? അത് ഞാൻ ഓഫീസിൽ നിന്ന് പറയാം. കേജിയില്ലേ നിങ്ങൾക്ക് തന്നെയല്ലേ പണി? അടുത്തോളി പോയിക്കോളി. ഇതിന് ആദ്യം തീരുമാനം എടുക്കും. നാളെ പാല് നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. പോയിട്ട് വണ്ടി സൈഡാക്കാ സ്ഥലമുണ്ട്. അതുപോലെ അല്ല കാക്ക, നിങ്ങൾ ഹോട്ടലൊക്കെ നിർത്തി തട്ട തുടങ്ങിയാ? ഓന്റെ സെമീർ അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഹോട്ടലിൽ തുടങ്ങിയപ്പോഴേ നേരം കിട്ടും വെളുത്ത വരും GST, KSEB, വാട്ടർ, ഫുഡ് ആൻഡ് സേഫ്റ്റി, ഹരിത കർമ്മസേന, KSEB എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ കൊണ്ടാൻ വേണ്ടിയിട്ട് വരും ആൾക്കാർ. ഒരു ആ ഫൈൻ ഈ ഫൈൻ എന്ന് പറഞ്ഞിട്ട് കയ്യിലെ കായൽ പോകും. ഇതാവുമ്പോഴേ മെച്ചോണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുമില്ല. അനക്കെന്താ കഴിക്കാൻ വേണ്ടി? കഴിക്കാനെന്തള്ളേ? എത്തിച്ചേര് ചപ്പാത്തി പൊറോട്ട എന്താ വേണ്ടി കഴിച്ചോ.